ബോസ് സീസൺ 7 അനുമോള് ബിന്നിയോടും അതേപോലെ തന്നെ റന ഫാത്തിമേനോടും ആദിലേൻ്റെയും നൂറേൻ്റെയും കാര്യം പറയുകയാണ്. അനുമോള് പറയുന്നുണ്ട്, പലതവണ ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു നെവിൻ്റെ വിഷയം ഇവിടെ എടുത്തിടരുത് എന്ന്. ഞാൻ മയക്കിടാതെയാണ് അവരോട് പോയി പറഞ്ഞത്. അപ്പോൾ ബിന്നിയും പറയുന്നുണ്ട്, ഞാനും ആ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരിങ്ങനെ എന്നോട് ഇതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ അവരുടെ ഇടയിലൊന്നും പോയി അങ്ങനെ ഇരുന്ന് സംസാരിക്കാറില്ല. ഒരു വട്ടം എന്നോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാനും മയക്കിടാതെ തന്നെയാണ് ഞാനും പറഞ്ഞത്, ഈ ഒരു കാര്യം നിങ്ങളിങ്ങനെ കൊണ്ടുവരരുത്, അത് നിങ്ങൾക്ക് തന്നെ ബാധിക്കുമെന്ന് പറഞ്ഞത്. ഇന്നെന്താണെങ്കിലും ഗെയിം തിരിച്ചത്, ആദിലേൻ്റെ നേർക്ക് ഗെയിം തിരിച്ചത് ബിന്നി തന്നെയാണ്. അത് ബിന്നിയുടെ ഒരു സ്മാർട്ട്നെസ് തന്നെയാണ്. കുത്തിത്തിരിപ്പെന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ഇവിടെ കുത്തിത്തിരിപ്പ് നടത്തിയത് ആദിലയാണ്. ഷാനവാസും അനീഷും ഒപ്പം തന്നെ കൈയടിച്ചു, അതിനെ പ്രോത്സാഹിപ്പിച്ചു. അങ്ങനെ ഗെയിം തിരിയുകയാണ് ചെയ്തത്. ആ സമയം വരെ എല്ലാവരും ഷാനവാസിനെ എതിർത്ത ആ ഒരു മൂമെൻറ്റ് തൊട്ട് എല്ലാവരും ആദിലേക്ക് നേരെ തിരിഞ്ഞിരിക്കുകയാണ്. ആദിലയാണ് ഈ ഒരു പ്രശ്നത്തിൻ്റെ കാരണക്കാരി. നെവിൻ ആദിലിനോട് ഡയറക്റ്റായിട്ട് പോയി പറഞ്ഞിട്ടുണ്ട്, നീ എന്നോട് മാപ്പ് പറയണം, നീയും പറയണം, അയാളും എന്നോട് മാപ്പ് പറയണം. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണെന്ന് ഞാൻ എന്താണെങ്കിലും തെളിയിക്കും. ആ സമയത്ത് നിങ്ങൾ എന്താണെങ്കിലും മാപ്പ് പറയണമെന്ന്. അപ്പോൾ ആദില പറയുന്നുണ്ട്, ഞാൻ മാപ്പ് പറയാൻ റെഡിയാണ്, പക്ഷേ ഷാനവാസൊക്കെ മാപ്പ് പറയുമെന്ന് എനിക്കറിയില്ലെന്ന്. അയാളെക്കൊണ്ട് മാപ്പ് പറയിക്കേണ്ടത് നിൻ്റെ കടമയാണെന്നാണ് നെവിൻ ആദിലയോട് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ക്യാപ്റ്റൻസി ടാസ്കിലും ആദില തോറ്റിരിക്കുകയാണ്. അപ്പോൾ നൂറ് ആദിലനോട് പറയുന്നുണ്ട്, നിനക്ക് കിട്ടിയ നല്ലൊരു അവസരമായിരുന്നു, നീ കളഞ്ഞു കുടിച്ചത്. ഇനി നമ്മുടെ ഈ ബിഗ് ബോസ് വീട്ടിൽ ആരും തന്നെ ക്യാപ്റ്റൻസിയിൽ പോലും നോമിനേറ്റ് ചെയ്യാൻ ഒരു സാധ്യതയില്ല. നമ്മുടെ അവസരം എല്ലാം പോയിരിക്കുകയാണ്, നീ അത് മനഃപൂർവ്വം കളഞ്ഞതുപോലെയാണ് എനിക്ക് തോന്നിയെന്ന് പറയുന്നുണ്ട്.